സോ അങ്ങനെ iOS 18 ആപ്പിൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള OS അപ്ഡേറ്റുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് iOS 18. അതിൽ എനിക്ക് പേഴ്സണലി ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെടുന്നതിൻ്റെ പുറകിലുള്ള 2 റീസൺസ് ആണ്. ഒന്ന്, കസ്റ്റമൈസേഷൻ. നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള, ആപ്പിളിൽ നിന്ന് ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആപ്പിൾ ഈ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2, ആപ്പിൾ ഇൻ്റലിജൻസ്. പക്ഷേ ആപ്പിൾ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് പ്ലസ് ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ വരാൻ പോകുന്ന ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങളും അല്ലെങ്കിൽ ഫീച്ചേഴ്സും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പം iOS 18 എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കസ്റ്റമൈസേഷൻസ് ആണ് ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും കൺട്രോൾ സെൻറ്ററിലും നമുക്ക് iOS 18 നമ്മുടെ ഡിവൈസുകളിൽ ചെയ്യാൻ സാധിക്കുന്നത്, ഇതെല്ലാമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്കറിയാം iOS 16 17 ഇതേ കാര്യം തന്നെയാണ്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പുതിയ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പ്രീവിയസ്ലി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വാൾപേപ്പേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. പ്ലസ് എങ്കിലും ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാൾപേപ്പേഴ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ iOS 18 ഈ പ്രാവശ്യം 5 വാൾപേപ്പേഴ്സാണുള്ളത്. ഒന്ന്, ഈ ഫസ്റ്റ് കാണുന്ന ഡൈനാമിക് എന്ന് പറഞ്ഞ വാൾപേപ്പറാണ്. പിന്നെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യെല്ലോ, പിങ്ക്, അസർ ആൻഡ് പർപ്പിൾ എന്ന് പറയുന്ന 4 വാൾപേപ്പേഴ്സും കാണാൻ സാധിക്കും. എന്നാൽ iOS 16 17 കാണാത്ത ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് താഴെയുള്ള ഈ ഒരു ക്വിക്ക് കൺട്രോൾസ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. സോ ഫ്ലാഷിംഗ് ക്യാമറ എന്നുള്ള സ്ഥിരം ആ ഒരു പല്ലവി നമുക്ക് മാറ്റി ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള ക്വിക്ക് കൺട്രോൾസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ക്വിക്ക് കൺട്രോൾസ് കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. കാരണം നിങ്ങൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഓരോ ഇൻസ്റ്റഗ്രാം, ഗ്രോപ്പാൽ, ലൂമി അങ്ങനെയുള്ള എല്ലാം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. ടിക്ക് ഇതിൻ്റെ എല്ലാം ക്വിക്ക് കൺട്രോൾസ് ഇനി മുതൽ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. ക്വിക്ക് കൺട്രോൾസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ക്ലോക്കും വിജിറ്റുകളും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇതിൽ ഈ ക്ലോക്കിൽ നമുക്ക് പുതിയ ഫോണ്ടും കളറും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കളർ ഇവിടെ ഈ ഒരു മിക്സ്ഡ് കളർ ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫോണ്ട് ഓപ്ഷനിൽ ഈ സൈഡിലുള്ള ഗ്ലോബിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ധാരാളം ഫോൺസ് വരും. ഇതിൽ നമുക്ക് ധാരാളം ഫോണ്ടുകൾ കാണാം. അതിൽ ഗുജറാത്തി, മലയാളം, കന്നഡ, അറബിക്ക് ഇങ്ങനെയുള്ള പല ഫോണ്ടുകളും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ iOS 18 നിങ്ങൾക്ക് മിനിമൽ ആയിട്ടുള്ള ഒരു ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ക്വിക്ക് കൺട്രോൾസ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നീറ്റായിട്ടുള്ള ഒരു ലോക്ക് സ്ക്രീൻ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സോ ആ ലോക്ക് സ്ക്രീനിൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതാണ്. പിന്നീടാണ് ഹോം സ്ക്രീൻ. ലോക്ക് സ്ക്രീനിലാണ് iOS 18 ഏറ്റവും കൂടുതൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 സബ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആഡ് വിജിറ്റ്, കസ്റ്റമൈസ്, എഡിറ്റ് പേജ്. സോ എഡിറ്റ് പേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, പേജുകൾ പ്രീവിയസ്ലി നമ്മൾ iOS 16 15 അല്ലെങ്കിൽ 17 എഡിറ്റ് ചെയ്ത പോലെ നമുക്ക് ഈ ഒരു പേജസിൻ്റെ ഓപ്ഷനിലേക്ക് ഇപ്പം പോകാൻ സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതോടൊപ്പം തന്നെ പ്രീവിയസ്ലിയുള്ള പോലെ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഈ ഒരു ജിഗിൾ മോഡിൽ വന്നു കഴിയുമ്പം താഴെയുള്ള ഡോട്ടിൽ നമ്മൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഈ രീതിയിലും ഈ ഒരു പേജസിൻ്റെ ഓപ്ഷനിലേക്ക് പോകാം. ഇവിടുന്ന് പേജുകൾ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, അറേഞ്ച് ചെയ്യാൻ ഒക്കെ സാധിക്കുന്നതാണ്. രണ്ടാമതാണ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ. ഇതുവരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ, പ്രത്യേകിച്ച് ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് iOS 18 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഐക്കൺസ് നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഓപ്ഷൻസും ഫീച്ചേഴ്സും ആണ് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് മോഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഡാർക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സോ ഐക്കൺസ് നമുക്ക് ലിറ്ററലി എല്ലാ ഐക്കൺസും നമുക്ക് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും, ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി ഐക്കൺസ്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ പറഞ്ഞായിരുന്നു ചില ആപ്ലിക്കേഷൻസ്, അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്, അവർ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ആമസോൺ, ഗൂഗിൾ പേ ഇതൊന്നും നമുക്ക് ഡാർക്ക് മോഡിലേക്ക് ആയിട്ടില്ല. എന്നാൽ നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലാർജ് ഐക്കൺസിലേക്ക് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ പേ ആപ്പ് നേരെ ഡാർക്ക് മോഡിലേക്ക് പോയേക്കുന്നത്. ഇത് ഒപ്റ്റിമൈസേഷൻ്റെ പ്രോബ്ലമാണ്. സോ iOS 18 ഇപ്പോൾ റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയും ഒപ്റ്റിമൈസേഷൻ ഇഷ്ടംപോലെ വരാനുണ്ട്. സോ അത് മുന്നോട്ട് ഓരോ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് ഒപ്റ്റിമൈസ് ആകുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഓട്ടോമാറ്റിക് ആണ്. ഈ ഓട്ടോമാറ്റിക് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലൈറ്റ് മോഡാണോ ഡാർക്ക് മോഡാണോ അത് നമ്മൾ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു ആപ്പ് ഐക്കൺസ് മാറുന്നതായിരിക്കും. നമ്മളിവിടെ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഐക്കൺസ് എല്ലാം ഡാർക്കിലുള്ളത്. എന്നാൽ നമ്മളിത് മാറ്റി ലൈറ്റ് മോഡിലേക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐക്കൺസും ചേഞ്ച് ആകുന്ന കാണാൻ സാധിക്കും. സോ സിസ്റ്റം വൈഡ് സെറ്റിങ്സ് മാറുന്നതനുസരിച്ചാണ് ആ ഒരു ഓപ്ഷൻ വർക്ക് ആകുന്നത്. ഇതിൽ ഏറ്റവും അവസാനമുള്ളതാണ് ടിൻറ്റഡ്. സോ ടിൻറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പേഴ്സണാലിറ്റി, ഈ ടിൻറ്റഡ് ഓപ്ഷൻസ് നമുക്ക് കൂടുതലും ഉപകാരപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, ഡിവൈസിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്നത് നമ്മൾ
യൂസർ കൊടുക്കുന്ന ആ ഒരു വാൾപേപ്പേഴ്സ് അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോഴാകും. സോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഐക്കൺസും മാച്ചപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ടിൻറ്റഡ് ഐക്കൺസ്. ഇതെങ്ങനെയാണ് ടിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2-3 ഓപ്ഷൻസ് ഇവിടെ താഴെ സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡറിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി, താഴെയാണ് ഇൻറ്റൻസിറ്റി കൊടുത്തേക്കുന്നത്, ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. മുകളിൽ കൊടുത്തേക്കുന്ന കളേഴ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കളേഴ്സ് ഈ ഒരു കളറിൻ്റെ സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കളർ പിക്കർ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് ഇതുപോലെ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിക്ക് ചെയ്ത് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം കളർ കിട്ടും. ഇനി അതിൻ്റെയും ഇൻറ്റൻസിറ്റി നമുക്ക് ഈ താഴത്തെ സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂസേഴ്സിന് അവരുടെ ഡിവൈസുകളിൽ ആ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ, ഡിവൈസിന് ആ ഒരു യുണീക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു ടിൻറ്റഡ് ഐക്കൺസ് നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ ഇവിടെയും ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില ഐക്കൺസ് നിങ്ങൾക്ക് കാണാം ആമസോണിൽ കംപ്ലീറ്റ്ലി ടിൻറ്റഡ് അല്ല, അത് അതിന് മുകളിൽ കൂടെ ഒരു ലെയർ ആയിട്ട് കൊടുത്തേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഗൂഗിൾ പേയും അതുപോലെ തന്നെ. അപ്പം ഒപ്റ്റിമൈസേഷൻ ഇനിയും വരാൻ, ഈ ഒരു ടിൻറ്റഡ് ഐക്കൺസിൻ്റെ കാര്യത്തിലൊക്കെ ഒപ്റ്റിമൈസേഷൻ ഇനിയും വരാനുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ലാർജ് സ്മോൾ ഓപ്ഷൻ ഉണ്ട്, അതായത് ഐക്കൺസിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് മിനിമൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് നിങ്ങളുടെ ഡിവൈസിന് വേണ്ടെങ്കിൽ, താഴെ നിങ്ങൾക്ക് ആ ഒരു റൈറ്റിങ്ങും കാര്യങ്ങളും ആപ്പിൻ്റെ പേരൊന്നും എഴുതണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ലാർജ് ഐക്കൺസ് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്മോൾ ഐക്കൺസിലേക്ക് സ്വിച്ച് ചെയ്യാം. അതോടൊപ്പം സൈഡിൽ ആ ഒരു സൂര്യൻ്റെ പടം കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാൾപേപ്പർ, ഇട്ടിരിക്കുന്ന വാൾപേപ്പർ ഒന്ന് ഡിം ആക്കാൻ വേണ്ടിയാണ്. സോ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിമ്മായിരുന്ന വാൾപേപ്പർ ബ്രൈറ്റർ ആകാൻ സാധിക്കും. അതോടൊപ്പം ഡാർക്ക് മോഡ് ഐക്കൺസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാൾപേപ്പറും ഐക്കൺസുമായിട്ട് ആ ഒരു കോൺട്രാസ്റ്റും കാര്യങ്ങളും ഒന്ന് മാച്ചപ്പ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് വാൾപേപ്പർ ഒന്ന് ഡിം ചെയ്യാനാണ് ഈ ഒരു ഐക്കൺ സൈഡിൽ കൊടുത്തേക്കുന്നത്. പിന്നീട് വാൾപേപ്പർ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പഴയ പോലെ തന്നെ സെറ്റിങ്സിൽ വാൾപേപ്പർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വാൾപേപ്പേഴ്സ് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വാൾപേപ്പേഴ്സുമായിട്ട് നമ്മുടെ ഐക്കൺസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐക്കൺസ് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പ്രീവിയസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു വാൾപേപ്പറാണ്. ഇത് ഞാൻ സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഐക്കൺസ് മാറുന്ന കാണാൻ സാധിക്കും, ആ ഒരു ടിൻറ്റഡ് ഐക്കൺസിലേക്കായി. എന്നാൽ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിരുന്ന വാൾപേപ്പർ അത് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡാർക്ക് മോഡ് ഐക്കൺസിലേക്കായി. വാൾപേപ്പറും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഐക്കൺസ്, അതിൻ്റെ കളേഴ്സ് എന്താണ് കാര്യങ്ങളൊക്കെ അതുമായിട്ട് സിങ്ക്ഡ് ആണ്, വാൾപേപ്പറുമായിട്ട് സിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാൾപേപ്പർ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു ഐക്കൺസിൻ്റെ കളേഴ്സ് ടിൻറ്റഡ് ആണെങ്കിൽ ടിൻറ്റഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് മോഡ് ആണെങ്കിൽ അതും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ മൂന്നാമത്താണ് വിജിറ്റ്. ആഡ് വിജിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വിജിറ്റുകൾ ആഡ് ചെയ്യാനാണ്. പക്ഷേ സംഭവം കുറച്ചും കൂടെ സിമ്പിളായിട്ടുണ്ട്. അതായത് പ്രീവിയസിലുള്ളതുപോലെ നമുക്ക് ഈ ഒരു വിജിറ്റിനകത്ത് പോയിട്ട് അല്ലെങ്കിൽ വിജിറ്റിൻ്റെ പാനലിൽ പോയിട്ട് ഓരോ വിജിറ്റുകളും ഹോം സ്ക്രീനിലേക്കായി നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏത് വിജിറ്റുകളും ആഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക ആ ഒരു ഐക്കണിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു വിജിറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷനാണോ അതിൻ്റെ വിജിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐക്കൺസ് ആക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷ്രിങ്ക് ഡൗൺ ചെയ്ത് ഐക്കൺ ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് മറ്റൊരു രീതിയിൽ വിജിറ്റുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പം ഈ സൈസ് ഉള്ള വിജിറ്റുകളാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഒരു സ്ട്രെച്ച് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത് കാണാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വിജിറ്റുകളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല കുറേയധികം വിജിറ്റുകൾ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിജിറ്റുകൾ ആ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വിജിറ്റുകൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ രീതിയിലേക്ക് വിജിറ്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ ഐക്കൺസ് ലിറ്ററലി നമ്മുടെ ഹോം സ്ക്രീനിൽ എവിടെ വേണേലും പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. iOS 18 ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ്. സോ നേരത്തെ പ്രീവിയസ്ലി നമ്മൾ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ് ഹോൾഡറുകൾ ഫേക്ക് ആയിട്ടുള്ള പ്ലേസ് ഹോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഇനി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ഭാവത്തിലും ഏത് ഡിസൈനിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആപ്പ് ഐക്കൺസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മാറ്റങ്ങൾ ആപ്പിൾ ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടില്ല. അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കൺട്രോൾ സെൻറ്റർ നമുക്ക് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. കൺട്രോൾ സെൻറ്ററിൽ കൊണ്ടുവന്ന ഈ ഒരു മാറ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഷോർട്ട് കട്ട് ആപ്പിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പല ഷോർട്ട് കട്ടുകളും പോലും നമുക്ക് ഇനി മുതൽ ഈ കൺട്രോൾ സെൻറ്ററിൽ ഒരു ഫങ്ഷണാലിറ്റി ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കൺട്രോൾ സെൻറ്ററിൽ നിങ്ങൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക എവിടെ വേണമെങ്കിലും. ആഡ് കൺട്രോൾസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടൺ കണക്കിന് ഫൺ എന്ന് പറഞ്ഞ പോലെ
ധാരാളം കൺട്രോൾസ് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ലോക്ക് സ്ക്രീനിൽ കണ്ട പോലത്തെ തന്നെ തേർഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ കൺട്രോൾ എല്ലാം ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ മറ്റ് ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പേഴ്സും അവരുടെ ഓരോ കൺട്രോളുകളും നമുക്ക് ഇനി കൺട്രോൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഷോർട്ട് കട്ട്. കാരണം ഷോർട്ട് കട്ട്സിലൂടെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷോർട്ട് കട്ടുകളും വളരെ സിമ്പിളായിട്ട് ഒരു കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം സഫാരി ടിവിയുടെ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലേലിസ്റ്റ് അത് ഞാനിപ്പം ഷോർട്ട് കട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഇനി ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹോം സ്ക്രീനിൽ പോയി തപ്പിയെടുക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇവിടെ തന്നെ ഞാൻ ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ എനിക്ക് സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ലിറ്ററലി നിങ്ങൾക്ക് എന്ത് ക്രേസി ഐഡിയകളും ഇതിൽ പരീക്ഷിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള വലിയ അനന്തമായുള്ള സാഗരമാണ് ആപ്പിൾ iOS 18 കൺട്രോൾ സെൻറ്ററിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതികളിൽ ലോക്ക് സ്ക്രീനും ഹോം സ്ക്രീനും ഈവൻ കൺട്രോൾ സെൻറ്റർ പോലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതികളിൽ കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെല്ലാം ഉപരി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡിവൈസ് എങ്ങനെയാണോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അത് എപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റീനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.